നമസ്കാരം. കായിക താരങ്ങൾക്ക് വീക്ക്നെസ്സസ് ഉണ്ടാകും, സ്വാഭാവികം. വീക്ക്നെസ്സസിനെ മനസ്സിലാക്കി അതിനെങ്ങനെ സ്ട്രെങ്ത്താക്കി മാറ്റാം, അതാണ് ഇന്നത്തെ ഒരു വിഷയം. ഒരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ഒരു പ്രശസ്തനായ ഫുട്ബോൾ താരത്തിൻ്റെ പറയാം. ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിലെ പ്ലെയറാണ്, വളരെ ഫേമസ് ആണ്. ഇപ്പോൾ ജർമ്മനിയിലെ ബയേൺ മ്യൂണിക്കിൻ്റെ ഒരു കീ പ്ലെയറാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കളിക്കുന്ന സമയത്ത് അദ്ദേഹം റൈറ്റ് ഫൂട്ടറാണ്. അദ്ദേഹം കളിക്കുന്ന സമയത്ത് ഡിഫൻഡേഴ്സ് ഈ റൈറ്റ് ഫുട്ട് വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ പ്രെഡിക്റ്റ് ചെയ്ത് ഈസി ആയിട്ട് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു. അദ്ദേഹം അത് ഒബ്സർവ് ചെയ്തു, മനസ്സിലാക്കിയതാണ് എൻ്റെ റൈറ്റ് ഫുട്ട് സ്ട്രോങ് ആണ്, പക്ഷേ ലെഫ്റ്റ് ഫുട്ട് വളരെ വീക്കാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ പ്രെഡിക്റ്റ് ചെയ്ത് അവരുടെ മൂവ്മെൻറ്റ് അഡ്വാൻസ് ചെയ്ത് എൻ്റെ മൂവ്മെൻറ്റിനെ ബ്ലോക്ക് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തീരുമാനം എടുത്തു, വീക്കായ ലെഫ്റ്റ് ഫുട്ടിൽ വർക്ക് ചെയ്യുക. അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം ലെഫ്റ്റ് കാലുകൊണ്ടാണ് ഡ്രിബിളിങ്ങും മൂവ്മെൻറ്റ്സും എല്ലാം ചെയ്തത്. കൂടാതെ ഷൂട്ടിംഗ് ഒക്കെ ലെഫ്റ്റ് ഫുട്ട് വെച്ച് മാത്രമാണ് അദ്ദേഹം 3 മാസം പരിശീലിച്ചത് എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അതിലൂടെ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ഫുട്ടിൻ്റെ ക്വാളിറ്റി, വീക്ക്നെസ്സിനെ സ്ട്രെങ്ത്താക്കി മാറ്റി. ഡൊമിനൻ്റ് ലെഗ് റൈറ്റ് ഫുട്ട് ആണെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ കളികളിൽ അദ്ദേഹം ഈ ഡിഫൻഡേഴ്സ് അഡ്വാൻസ് ചെയ്ത് നിൽക്കുമ്പോൾ അദ്ദേഹം ഈസി ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ മൂവ് ചെയ്ത് ലെഫ്റ്റ് ലെഗ് കൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യാനൊക്കെ തുടങ്ങി, ഗോൾ സ്കോർ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഈ വീക്ക്നെസ്സസ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തോടു കൂടി സ്ട്രെങ്ത് ആക്കി അദ്ദേഹം മാറ്റി. ഇതൊരു നല്ല ഒരു എക്സാമ്പിളാണ് ഇപ്പോഴത്തെ കായിക താരങ്ങൾക്ക്. അതായത് നമുക്കും വീക്ക്നെസ്സസ് ഉണ്ടാകും. ആരും വീക്ക്നെസ്സസ് ഇല്ലാതെ ഒരു പ്രശസ്തരായ കളിക്കാരും ജനിക്കുന്നില്ല. അവർക്ക് വീക്ക്നെസ്സസ് ഉണ്ടാകും. തിരിച്ചറിയുക, അതിൽ ഡിസിപ്ലിൻഡായിട്ട് വർക്ക് ചെയ്യുക, ആ വീക്ക്നെസ്സിനെ സ്ട്രെങ്ത്താക്കി മാറ്റുക. അതാണ് ഈ എല്ലാ കായിക താരങ്ങളും, എക്സൽ ചെയ്തിട്ടുള്ള എല്ലാ കായിക താരങ്ങളും ബേസിക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീക്ക്നെസ്സസ് മനസ്സിലാക്കുക, വർക്ക് ചെയ്യുക, ഡിസിപ്ലിനായിട്ട് വർക്ക് ചെയ്യുക, എക്സൽ ചെയ്ത് ഹൈ പെർഫോമൻസ് ആക്കി അതിനെ മാറ്റുക. എന്നിട്ട് നിങ്ങളൊരു കംപ്ലീറ്റ് പ്ലെയറാക്കി മാറ്റുക. താങ്ക് യു.